ഉണ്ടായത് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഇന്നലെ ചെറിയൊരു യാത്രയിലായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ റീല് ഞാൻ പോസ്റ്റ് ആക്കിയത്. മഴയും കറണ്ട് കട്ടും കാരണം ഫോൺ ഓഫായിരുന്നു. അമ്മയെ പറ്റി ഒരുപാട് മോശം കമൻസ് വന്നതും ഏട്ടൻ വീഡിയോ ഇട്ടതും എല്ലാം ഞാനിപ്പോൾ ഫോൺ ഓൺ ആയപ്പോഴാണ് അറിയുന്നത്. ഇമോഷണൽ ആവണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തെടുത്തൊരു റീലല്ല അത്. അങ്ങനെ മല്ലു ഫാമിലിയിലെ സുജിൻ പുതിയ തരികിടയുമായി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് ഫാമിലിയിലെ സുജിനും വൈഫും തമ്മിലുള്ള ഡിവോഴ്സ് മാറ്റേഴ്സൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇവർ രണ്ടുപേരും പോസ്റ്റ് ചെയ്ത് അവർ മെച്ചുവർ ആണ് എന്നുള്ള രീതി കാണിച്ച് പിന്നെ അങ്ങനെ അങ്ങോട്ട് മാറിപ്പോയി. പിന്നെ അതിനുശേഷം ഒരു വീഡിയോ ആയിട്ട് സുജിൻ വരുന്നു. ആൻഡ് എഗെയിൻ ആ വീഡിയോയിലും അല്ലെങ്കിൽ എഴുത്തിലും ഇവർ പോർട്രേറ്റ് ചെയ്യുന്നൊരു രീതിയുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇതാരും ഡിസ്കസ് ചെയ്യരുത്, ഞങ്ങളും ഡിസ്കസ് ചെയ്യില്ല, ഞങ്ങൾ വളരെ മെച്ചുവറായിട്ട് എടുത്ത തീരുമാനമാണ്, ഓക്കെ. അങ്ങനെ ഒരു സാധനം വെച്ചിട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ ഇവർ അല്ല ഞങ്ങളിത് കണ്ടൻ്റ് ആക്കും, അതായത് അവരത് കണ്ടൻ്റ് ആക്കും എന്നുള്ള രീതിക്ക് കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് വളരെ റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു കണ്ടൻറ് മേക്കിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. സുജിൻ ഇന്നലെ രാത്രി അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, കുറച്ച് കാര്യം കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. സുജിൻ ഒന്നാമത് യൂട്യൂബിൽ അത്ര ആക്റ്റീവ് അല്ല. സുജിൻ കൂടുതലായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോൾ സുജിൻ യൂട്യൂബിൽ വന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ നടന്നൊരു കാര്യത്തിൻ്റെ യൂട്യൂബിൽ വന്ന് എക്സ്പ്ലനേഷൻ ഇടുമ്പോൾ എഗെയിൻ അതൊരു കണ്ടൻറ് മിൽക്കിംഗ് അല്ലേ എന്നുള്ളൊരു രീതിക്ക് എനിക്ക് പേഴ്സണലി തോന്നിപ്പോവാണ്. ഒന്നാമത് എനിക്കിത് പേഴ്സണലി സുജിനോട് വിളിച്ച് ചോദിച്ച് കൺഫേം ആക്കാൻ താല്പര്യമില്ല. എന്താണെങ്കിലും സുജിൻ ഇത് ഓപ്പണായിട്ട് പബ്ലിക്കായിട്ട് വീഡിയോ ഇടാണ്. നമ്മളുടെ ഒപ്പീനിയൻ നമ്മൾ പബ്ലിക്കായിട്ട് ഓപ്പണായിട്ട് പറയും. അപ്പം മല്ലു ഫാമിലി സുജിൻ എന്ന് പറഞ്ഞിട്ടുള്ള സുജിൻ്റെ പേഴ്സണൽ യൂട്യൂബ് അക്കൗണ്ടിനകത്ത് ഈ ഒരു വീഡിയോ വരുന്നു. 6 മിനിറ്റും ചില്ലറയുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോ വരാനുള്ളൊരു കാരണം നിത, സുജിൻ്റെ എക്സ് വൈഫ് എന്ന് സുജിൻ ഇപ്പം പറയുന്ന, ലീഗലി ഡിവോഴ്സ്ഡ് ആണോ, അവർ അതിൻ്റെ ഡിവോഴ്സ് പ്രോസസ്സ് നടക്കുകയാണോ എന്നുള്ളതൊക്കെ അവർ അങ്ങനെ കംപ്ലീറ്റ്ലി റിവീൽ ചെയ്തിട്ടില്ല. ബട്ട് ദേ ആർ സെപ്പറേറ്റഡ്. ഈ നിത സതീശൻ പോസ്റ്റ് ചെയ്ത റീൽ വീഡിയോ ഉണ്ട്. ഇവരുടെ കുട്ടികളുടെ ബർത്ത്ഡേൻ്റെ സമയത്ത്, മൂത്ത മകൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്ത് പോസ്റ്റ് ചെയ്തൊരു റീൽ വീഡിയോ. ഈ റീൽ വീഡിയോ ഭയങ്കര ഇമോഷണലായിരുന്നു. ഇത് കണ്ട ഒരുപാട് ആളുകൾ ആ ഒരു പെർട്ടിക്കുലർ റീൽ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്നൊരു പെർട്ടിക്കുലർ കമൻറ്റാണ് സുജിനെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിച്ചതെന്നുള്ളതാണ് സുജിൻ പറയുന്നത്. എന്നിട്ട് സുജിൻ പോയിട്ട് അവിടെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, കാര്യം എന്താ അറിയാതെ എനിക്കാരും മെസ്സേജ് അയക്കരുത്. റീൽ വീഡിയോ സൗണ്ട് ചെയ്യാൻ വെക്കുന്നില്ല, ജസ്റ്റ് ഞാനിവിടെ പ്ലേ ചെയ്ത് വിട്ടിട്ടേ ഉള്ളൂ. ഈ നിത സതീശൻ ഓൾറെഡി അവരുടെ ഒരു ഈ കാലിലിടുന്ന ചെയിനില്ലേ, പാദസരം, അതിൻ്റെ ഒരു ബ്രാൻഡ് പേജൊക്കെ തുടങ്ങി അവരങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു സോഷ്യൽ മീഡിയ ഡൊമൈനുമായിട്ട് പോവുകയാണ്, ഓക്കെ. അവരുടെ പേഴ്സണൽ അക്കൗണ്ടും പിന്നെ ബിസിനസ് അക്കൗണ്ടും ഒക്കെ ആയിട്ട്. ഇപ്പോൾ സുജിനെ ട്രിഗർ ചെയ്യിച്ച പെർട്ടിക്കുലർ കമൻറ്റ് ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. സുജിൻ കുഞ്ചൂസ് വളർന്ന പോലെ തന്നെ കിടു ഇവ മോളും അച്ഛനില്ലാതെ വളരണ്ടേ, ആ അമ്മയ്ക്ക് ഒന്ന് മകനെ പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ, വല്ലാത്തൊരു സ്ത്രീ. ഇത് സുജിൻ്റെ അമ്മേനെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു കോമെൻറ്റാണ്. അപ്പോൾ ഇതിന് സുജിൻ തന്നെ കാര്യം അറിയാതെ അമ്മയെ പറ്റി പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെർട്ടിക്കുലർ കമൻറ്റ് അതിനടിയിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റീലിൻ്റെ അടിയിലും കാര്യം അറിയാതെ സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ അറിയുന്നത് എങ്ങനെയാണ്? സുജിനോ അല്ലെങ്കിൽ നിതയോ സംസാരിക്കുമ്പോൾ മാത്രമാണ് ജനങ്ങൾ കാര്യം അറിയുന്നത്, ഓക്കെ. അല്ലാതെ ആരും സ്പൈ ക്യാമറ വെച്ചിട്ട് അല്ലെങ്കിൽ അവിടുന്ന് കാര്യങ്ങൾ ചോർത്തിയിട്ടൊന്നും പുറത്തു കൊണ്ടുവന്ന് ഇട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ, ഈ നിതിയും സുജിനും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇരുന്ന സ്റ്റോറി, അവരുടെ പോസ്റ്റുകൾ എന്നൊക്കെ നിങ്ങളെ വളരെ എന്താ പറയുക മൈന്യൂട്ടായിട്ട് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് എന്നുള്ളത് ഭൂതക്കണ്ണാടി വെച്ച് നിൽക്കുന്ന ഒരു കോർ ഓഡിയൻസ് നിങ്ങൾക്കുണ്ട്. അത് എല്ലാ ഫാമിലി വ്ളോഗേഴ്സിനും ഉണ്ട്, അത് നിങ്ങൾക്കും ഉണ്ട്. ആ ഒരു കോർ ഓഡിയൻസ് നിങ്ങൾ പരസ്പരം വരുന്ന എന്താ പറയുക ഫ്രിക്ഷൻസൊക്കെ വളരെ കീനായിട്ട് വാച്ച് ചെയ്യും. അതിവിടെ എല്ലാ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ലൈഫിലും ഈ ഒരു സോഷ്യൽ മീഡിയ ക്രൗഡ് ഓഡിറ്റിങ് നടക്കുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിൽ നിന്ന്, നിങ്ങളെ ഫോളോവേഴ്സിൻ്റെ ഇടയിൽ നിന്ന്. അപ്പം അങ്ങനെയുള്ള ഒരു ക്രൗഡിൻ്റെ മുന്നിലേക്ക് വളരെ സാഡായിട്ട് അല്ലെങ്കിൽ വളരെ വേറെ എന്തെങ്കിലും ഒരു ഇന്നർ മീനിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു പോസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ദേ വിൽ ഫൈൻഡ് ഔട്ട്. അതിലേക്ക് നിങ്ങൾ ഫ്യൂവൽ ചെയ്യുന്ന പോലെയാണ് നിങ്ങളുടെ ബാക്കി പോസ്റ്റുകളും ബാക്കി പരിപാടികളും. പിന്നെ നിങ്ങൾ അന്ന് ഉണ്ടാക്കിയ ഒരു അൺവാണ്ടഡ് കോൺട്രവേഴ്സി, ചിലപ്പോൾ നിങ്ങൾക്കത് വാണ്ടഡ് ആയിരിക്കാം, പക്ഷേ സോഷ്യൽ മീഡിയ ഫേസിൽ നോക്കുമ്പോൾ ഇറലവൻറ്റ് അൺവാണ്ടഡ് അരി മേടിക്കാൻ മാത്രമുള്ളൊരു കോൺട്രവേഴ്സി വരുന്നത്.
ആയിട്ട് അല്ലെങ്കിൽ പൊന്നൂസിനെ അതായത് നിത സതീശൻ എന്ന് പറയുന്നവരെ ഞാൻ ഇതുവരെക്ക് ഞാൻ എവിടെയും വന്നിട്ട് നെഗറ്റീവോ കാര്യങ്ങളോ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കും ഞാൻ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യങ്ങളില്ല. നിങ്ങളെ മുന്നിൽ സെന്റിമെന്റ് ആയിട്ട് കിട്ടേണ്ട ആവശ്യങ്ങളും എനിക്കില്ല. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. ഞാൻ കരയണതോ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും സ്റ്റോറി ഇട്ടിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് വല്ല സംഗതി നേടിയെടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കാരണം എന്താണെന്നറിയാമോ, എനിക്കത് ഇഷ്ടമില്ല. ഇന്നലെ എന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ഓൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോന്റെ അടിയിൽ എന്റെ അമ്മയെ പറ്റിയൊരു കമന്റ് മറ്റേ കമന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ആ കമന്റ് നോക്കി മനസ്സിലാവും. സുജിൻ കുഞ്ചു വളർന്ന പോലെ തന്നെ കിടോ യുവ മോളും അച്ഛനില്ലാതെ വളരണ്ടേ. ആ അമ്മയ്ക്ക് ഒന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ. വല്ലാത്തൊരു സ്ത്രീ. ഫർസാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് എന്നാണ് ആ മെസ്സേജ് ഇട്ടുള്ളത്. ഫർസാനോട് ചോദിക്കാനുള്ളത് കാര്യം എന്താണെന്നറിയോ? എനിക്കറിയില്ല. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ അതായത് നിത സതീശ് എന്ന് പറയുന്ന അവര് കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പോസ്റ്റ് ആക്കുമ്പോ എല്ലാ ശരികളും അവളെ ഭാഗത്താണോ? എന്താ ശരിയല്ല മാവ, ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കുന്ന യാതൊരുവിധ താല്പര്യമില്ല. എനിക്ക് ഇതിനെ മുന്നേ ഞാൻ പറഞ്ഞു വിട്ടതാണ്. ഞാൻ എന്നെ ഞങ്ങൾക്ക് അത്ര അങ്ങ് വിശ്വാസം പോരാ. ഈ ഇരട്ടത്താപ്പ് ഞങ്ങളോട് വേണ്ട. എന്റെ അടുത്ത് വേലിറക്കല്ലേ. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ. എന്താ നിന്റെ ഉദ്ദേശം? അപ്പൊ ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമായിട്ടില്ലല്ലേ? ഒട്ടും വിശ്വാസമായി. ഞാൻ ഈ ഒരു പ്രശ്നം കഴിഞ്ഞ ശേഷം ഞാനായിട്ട് നിങ്ങളെ മുന്നിക്ക് ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനായിട്ട് ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഞങ്ങളെ മുന്നിക്ക് എത്തിച്ചിട്ടില്ല. എന്ത് എനിക്ക് വിഷമാണ് അല്ലെങ്കിൽ എനിക്ക് അതാണ് ഇതാണെന്ന് എത്തിയിട്ടില്ല. എന്റെ സംഗതി നേരെ വാ നേരെ പോ എന്നുള്ളതാണ്. ഈ കൈകൾ മാർപ്പാപ്പ പോലെ പരിശുദ്ധമാണ്. ഇത്രയും ഈ അതിന് മുന്നേ തന്നെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ സംഗതികൾ വെച്ചിട്ട് സുജിൻ പൊന്നൂസ് ഡിവോഴ്സ് പിരിഞ്ഞു അത് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബില് ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അതെങ്ങനെ വന്നെന്നറിയോ? അത് അവള് കാരണം. അവൾ ആവശ്യമില്ലാത്ത ഓരോ